ഹായ്, ഞാൻ ലിയോ മാർക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് മാർക്കറ്റ് ഇപ്പം എന്താ അവസ്ഥ. നമ്മൾ ഇന്ത്യയിലൊരു വലിയ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ വലിയൊരു ഇവൻ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഇവൻ്റ് നടന്നുകൊണ്ടിരിക്കുമ്പം മാർക്കറ്റാണെങ്കിൽ ഓൾ ടൈം ഹൈയിലെത്തി നിൽക്കുന്നു. അപ്പോൾ മാർക്കറ്റ് ഒരു ഓവർ കോൺഫിഡൻസിലാണോ എന്നൊരു സംശയം എനിക്കുണ്ട്. അമിത ആത്മവിശ്വാസത്തിലാണോ ഒരു സംശയം. അപ്പോൾ അതിൻ്റെ എൻ്റേതായ കുറേ കാരണങ്ങളും എൻ്റേതായ കുറേ സംശയങ്ങളുമാണെന്ന് പറയുന്നത്. അത് കൂടാണ്ട് ഒരു ഷെയറും പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതൊരു ബയ്യേഴ്സ് അല്ല, റെക്കമെൻഡേഷനൊന്നുമല്ല, കമ്പനീനെ പരിചയപ്പെടുത്തുന്നു, കാര്യങ്ങൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഓരോ ദിവസം കഴിയുന്നവരും പുതിയ ഉയരങ്ങൾ കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതും പ്രത്യേകിച്ച് ഇപ്പോൾ എന്താ ഒരു തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള വലിയൊരു ഇവൻ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം 20% ഇടിഞ്ഞൊരു സംഭവമുണ്ട്. അതാണ് ഇന്ത്യ വിക്സ്. ഇത്രയും വലിയൊരു ഇവൻ്റ് നടന്നുകൊണ്ടിരിക്കുമ്പം മാർക്കറ്റിൽ എത്രയാണ്, വിക്സ് 10-നടുത്തേക്ക് വന്നു. 10 എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഭയങ്കര വോളറ്റിലിറ്റിയൊക്കെ ഭയങ്കര കുറവായിട്ട് നിൽക്കുന്ന ഒരു സമയം. അപ്പോൾ നിലവിലുള്ള ട്രെൻഡ് തുടരും എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു ഇവൻ്റ് നടക്കുമ്പം വിക്സ് ഇങ്ങനെ അസാധാരണമായിട്ട് ഒന്നും അറിയാത്ത പോലത്തെയുള്ള ഇതായിട്ട് താഴത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എന്നെ സംബന്ധിച്ച് അതൊരു ആശ്ചര്യകരമായിട്ടുള്ള സംഭവമാണ്. കാരണം എന്നാ, ഇത്രയും വലിയ ഇവൻ്റ് നടക്കുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ വോളറ്റിലിറ്റി കൂടി നിൽക്കേണ്ടതാണ്. അപ്പം ഇതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ ഡയറക്ഷനിൽ തന്നെ പോവുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. മാർക്കറ്റ് കൺസോൾട്ടേഷൻ ചെയ്ത് പുതിയ ഉയരങ്ങളിലേക്ക് കുറിക്കുകയും ചെയ്യും. പക്ഷേ അതിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു കുറവ് സംഭവിച്ചാൽ പിന്നെ മാർക്കറ്റ് ഒരു 10-15% കറക്ഷൻ കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ചു കയറുക. അപ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് എന്താ സംഭവിക്കുന്നത്? സാധാരണക്കാർ ഈ ഒരു മാർക്കറ്റ് പുതിയ ഉയരങ്ങൾ കുറിക്കുന്നു, പുതിയ സ്റ്റോക്കുകളൊക്കെ പുതിയ നിലവാരത്തിലേക്ക് നീങ്ങുന്നു. നമ്മൾ വാങ്ങിക്കാൻ വിചാരിച്ചുകൊണ്ടിരുന്ന സ്റ്റോക്കുകളൊക്കെ അടുത്ത പ്രൈസുകൾ കയറിപ്പോണു. അപ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോഴത്തേനും സാധാരണക്കാരെന്നെ ചെയ്യും, വാങ്ങിക്കണ്ടെന്ന് വിചാരിച്ചിരുന്നാലും വാങ്ങിച്ചു പോകണ ഒരവസ്ഥയാണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും നമ്മളൊരു ഇച്ചിരി ക്ഷമ കാണിക്കണം. എന്തിന്? ഈ വിലക്കയറ്റമൊക്കെ കഴിഞ്ഞിട്ട് ഇതേ ട്രെൻഡ് തന്നെ തുടരുവാണെങ്കിൽ തന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാനൊരു അവസരമായിട്ടൊരു ചെറു പ്രോഫിറ്റ് ബുക്കിംഗ് വരും. ഇതിൻ്റെ ഇടയിൽ വന്നില്ലെങ്കിൽ തന്നെ ഒരു കൺസോൾട്ടേഷനെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. ആ ഒരു സമയത്ത് വേണം നമ്മൾ അക്കുമുലേഷൻ നടത്താൻ. എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് അടുത്തൊരു ആരാണെന്നൊരു ക്ലിയർ കട്ടായിട്ട് അതിൻ്റെ ഒരു ഡിസിഷൻ വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണം, ഇനിയുള്ള ഒരു പുതിയ സ്റ്റോക്ക് ബൈ ചെയ്യൽ. അല്ലെങ്കിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആവറേജ് ചെയ്യാനുള്ള ഫണ്ട് എങ്ങനെ ഇരിക്കണം, നമ്മുടെ ബാക്കപ്പായിട്ട് എടുത്ത് വെച്ചേക്കണം. എന്നാൽ മാത്രമാണ് നമുക്കൊരു പിൻബലവും അതിൻ്റെ ആ ഒരു നല്ല ഡയറക്ഷനിൽ പോകാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ അതാണ് ഒരു മെയിൻ ഘടകം ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന സ്റ്റോക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിർള സോഫ്റ്റ് എന്നുള്ളതാണ്. ഈ സ്റ്റോക്ക് IT സെക്ടറിലെ ഒരു കമ്പനിയാണ്. ഞാനിത് പണ്ട് പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്ന സമയം 338 ഏരിയയിലാണ് ഈ സ്റ്റോക്കിൻ്റെ അന്ന് വീഡിയോ ഇട്ടെടുത്തത്. ഈ സ്റ്റോക്കിൽ ഇപ്പോൾ ഒരു 18,000 കോടിയുടെ ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണ്. അപ്പോൾ ഈ കമ്പനിയുടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കുറച്ച് കാര്യങ്ങളാണെന്ന് പറയുന്നത്. ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ടുള്ള വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്തത് കാരണം ഞാൻ അത് പറയുന്നില്ല. കാണാത്തവർ അതെടുത്ത് കാണുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുക. അപ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്ത് നോക്കുമ്പോൾ ഇയർ ഓൺ ഇയർ സെയിൽസ് ഗ്രോത്ത് നോക്കി 2012 വെറും 1,500 കോടി ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ എത്രയും 5,000 കോടിയുടെ അടുത്തേക്ക് വന്നേക്കണം. ട്രേഡിൻ്റെ മന്താണെങ്കിൽ 5,100 മുകളിലേക്ക് പോയി. അപ്പോൾ എല്ലാ കൊല്ലവും അതിൻ്റെ അകത്ത് തന്നെ സെയിൽസ് കൂടി വരുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ കയറി വരുന്നുണ്ട്. പിന്നെ നോക്കാനുള്ള എന്നാണ്
റിസർവ് നോക്കിയേ, റിസർവ് ഒരു 677 കോടി ഉണ്ടായിരുന്നുള്ളൂ, അതിപ്പോൾ എത്രയായി? 2670 കോടിയിലേക്ക് കയറിയിട്ടുണ്ട്. കടമാണെങ്കിലോ ലോങ് ടൈം ബോറോയിങ്സും സീറോ, ഷോർട്ട് ടൈം ബോറോയിങ്സും സീറോ. അപ്പോൾ കടയില്ലാത്തൊരു കമ്പനിയാണ്. അപ്പോൾ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ഇതുപോലത്തെയുള്ള സ്മോൾ ക്യാപ്പ് വാങ്ങിക്കുമ്പോൾ എന്നാ കടയില്ലാത്തൊരു കമ്പനി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വളർച്ച പിന്നെ ഒരു ഇച്ചിരി നമുക്ക് എടുത്തു പറയേണ്ട ഒരു കേസാണ്. പിന്നെ നോക്കുന്ന ഒരു കേസ് എന്നാ FISൻ്റെ DISൻ്റെയൊക്കെ പ്രൊമോട്ടറുടെയൊക്കെ അതിൻ്റെ പൊസിഷൻ, അവരുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കിയാൽ ഇവർ നോക്കിയാൽ 40.92 നിൽക്കുന്നു. FIS ആണെങ്കിലോ 23.48, ഇത്ര നാളത്തെ ഏറ്റവും വലിയ നിലയിലേക്ക് വന്നേക്കും. ഓരോ ഇത് കഴിയുന്തോറും അവർ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. DIS ആണെങ്കിൽ 18.6. അപ്പോൾ FISനും DISനും ഈ സ്റ്റോക്കിന് നല്ല വിശ്വാസമുള്ളൊരു ഏരിയയാണ്. അപ്പോൾ നമുക്കെന്നാ ഒരു പ്രതീക്ഷ വെക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഇപ്പോഴത്തെ നിലവാരം തന്നെ അതിൻ്റെ ഇപ്പോഴത്തെ വില എന്ന് പറഞ്ഞാൽ 659 ഏരിയയിലാണ് നിൽക്കുന്നത്. ഞാൻ പണ്ട് വീഡിയോ ചെയ്യുമ്പോൾ 338.8 ആ റേഞ്ചിലെങ്ങാണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കഴിഞ്ഞ് ഇവിടെ ഒരു കൺസോൾട്ടേഷനൊക്കെ ചെയ്ത് സപ്പോർട്ട് എടുത്ത്, ഈ സപ്പോർട്ട് എടുക്കുന്ന എവിടെയാണ്? ഇതിനു മുമ്പ് വന്ന് റെസിസ്റ്റൻസ് വന്നേക്കണ ഏരിയയിലാണ് വന്ന് സപ്പോർട്ട് എടുത്തേക്കണത്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ റെസിസ്റ്റൻസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ പുതിയ ഹൈ വന്നത് എവിടെയാണ്? ഈ 588 ഏരിയയിലാണ് ഇന്നത്തെ ഒരു റെസിസ്റ്റൻസ് വന്നേക്കണത്. അവിടെ തന്നെയായിരിക്കും ഇവിടെ സപ്പോർട്ട് വരാനുള്ള സാധ്യത. അതിൻ്റെ അപ്പോൾ സപ്പോർട്ട് വരുന്ന ഒരു ഏരിയ എന്ന് വെച്ചാൽ 482 588 ഇടയിലായിരിക്കും സപ്പോർട്ട് വരാൻ ചാൻസ്. അപ്പോൾ ഈ വില നിലവാരത്തിലേക്ക് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ തന്നെ ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ചെയ്ത് തിരിയുക എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ അതിൻ്റെ അകത്തൊരു പൊസിഷൻ എടുക്കാൻ. അങ്ങനെ പൊസിഷൻ എടുക്കുകയാണെങ്കിലോ ഈ ഒരു അടുത്ത ഒരു ഗവൺമെൻറ്റൊക്കെ വന്ന് ഒരു മാർക്കറ്റൊക്കെ ഒരു പുതിയ ഉയരങ്ങളിലേക്ക് കുറിക്കുമ്പോൾ ഈ സ്റ്റോക്കും 850 നിലവാരം വിട്ട് പുതിയ നിലവാരത്തിലേക്കും 1000 മുകളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുള്ള സ്റ്റോക്കാണ്. ഭാവിയിലൊരു നല്ലൊരു വെൽത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരാൻ കെൽപ്പുള്ളൊരു കമ്പനിയും കൂടിയാണ്. അപ്പോൾ ഇത്ര നാളും ഒരുപാട് പേർക്ക് ഒരുപാട് റിട്ടേൺ നൽകിയേക്കണ സ്റ്റോക്കും കൂടിയാട്ടോ അത്. അപ്പോൾ നമുക്ക് തന്നെ ഇച്ചിരി പ്രതീക്ഷ വെക്കാവുന്ന ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്കാണ്. അപ്പോൾ അതിനപ്പുറത്ത് എന്ത് ചെയ്യണം? നമ്മൾ ഈ സ്റ്റോക്കിനെ കുറിച്ച് പഠിക്കണം. അപ്പം നമുക്ക് പറ്റിയതാണോ, എനിക്ക് പറ്റിയതാണോ, എൻ്റെ ആശയങ്ങളും ഈ കമ്പനിയുടെ ഇത് വളർച്ചാ സാധ്യതയും ഞാൻ വിചാരിക്കുന്ന പോലെ തന്നെയാണോ എന്നുള്ളത് മനസ്സിലാവണമെങ്കിൽ കമ്പനിയുടെ കാര്യങ്ങളും ഒക്കെ ഫുള്ളായിട്ട് സ്വന്തമായിട്ട് പഠിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു മേഖലയിൽ വളർച്ചാ സാധ്യത വന്നിട്ട് ഈ ഒരു മേഖല നെക്സ്റ്റ് ഇതിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഒരു ഇതിൻ്റെ അകത്ത് തന്നെ പെട്ടുപോകും. പിന്നെ ഈ വിലയൊക്കെ 600 രൂപ എന്നൊക്കെ പറയുമ്പം അതൊക്കെ വലിയ വിലയായിട്ട് പലർക്കും തോന്നുമെങ്കിലും സാധാരണക്കാരെപ്പോഴും ഇതൊക്കെ ഒരു വലിയ വില എന്നുള്ളൊരു കണക്കൂട്ടൽ വരുമ്പോഴും അങ്ങനെയല്ല കേട്ടോ. കാരണം എന്നാ വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ എപ്പോഴും വളരുന്ന സ്റ്റോക്കിന് എപ്പോഴും വില കൂടുതൽ തന്നെയായിരിക്കും. ആ സ്റ്റോക്കിൽ നെക്സ്റ്റിലേക്ക് കയറിപ്പോകുന്നതിന് അടുത്തൊരു കൺസോൾട്ടേഷൻ പീരീഡിലേക്ക് വരുന്ന ആ സമയത്തായിരിക്കണം നമ്മൾ വാങ്ങിക്കണം. അത് കഴിഞ്ഞിട്ട് പുതിയ നിലവാരത്തിലേക്ക് പോകും. അല്ലാണ്ട് ഈ പെന്നി സ്റ്റോക്കിലേക്കും 50 രൂപയുടെ താഴെയുള്ള സ്റ്റോക്കിലേക്കൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ചില സ്റ്റോക്കുകളൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യും. അതതിൻ്റെ ഫണ്ടമെൻ്റലായിട്ട് എത്ര സ്ട്രോങ് ആണെന്ന് നോക്കിയിട്ട് വേണം, പിന്നെ അതിൻ്റെ സാഹചര്യമൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ അതിൻ്റെ അകത്ത് ആ ഒരു റിസ്ക് എടുക്കാൻ. അത്ര റിസ്ക് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ മാർക്കറ്റിൽ ഇഷ്ടം പോലെ വളർച്ചാ സാധ്യതയുള്ള നിരവധി സ്റ്റോക്കുകളുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും ഒരു സ്റ്റോക്ക് ഈ പെന്നി സ്റ്റോക്കിൻ്റെയൊക്കെ പുറകെ പോകാതെ ഇതുപോലെയുള്ള വളർച്ചാ സാധ്യതയുള്ള സ്റ്റോക്ക് നമ്മൾ കണ്ടുപിടിച്ച് ഈ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് മാർക്കറ്റൊക്കെ ഒരു സ്റ്റഡി ആയിട്ട് ഒരു കറക്റ്റ് ഡയറക്ഷനിലേക്ക് നീങ്ങുമ്പോഴത്തേനും നമുക്ക് എന്നാ പുതിയ പൊസിഷൻ എടുക്കാൻ പാകത്തിന് പഠിക്കേണ്ട ഒരു സമയമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇതൊരു ബൈയോ സെല്ലർ റെക്കമെൻഡേഷനൊന്നുമല്ല, കാര്യങ്ങൾ പറയുന്നു.